ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിലെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ അനു ആകെ ടെൻഷൻ അടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളുടെ റിസൾട്ട് ഇന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ ടെൻഷൻ ആയിട്ട് അനു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവളുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരുന്നത്. അപ്പോൾ മെസ്സേജ് നോക്കുമ്പോൾ അവളുടെ റിസൾട്ട് ആയിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് 95% മാർക്കുണ്ട്. വളരെ സന്തോഷത്തിൽ അവൾ അവിടെ കിടന്നിട്ട് കൂവി വിളിച്ചിട്ട് അടുക്കളയിലോട്ട് പോവാണ്. അമ്മായി, മുത്തശ്ശി എന്നൊക്കെ വിളിച്ച് അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുക്കളയിൽ അവരെല്ലാവരും നല്ല ധൃതിയുള്ള പണിയിലായിരിക്കും. അപ്പോൾ മുത്തശ്ശി, എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി, എനിക്ക് 95% മാർക്കുണ്ട് എന്ന് പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് നല്ല സന്തോഷം. മുത്തശ്ശി കെട്ടിപ്പിടിക്കും. അപ്പോൾ അവളുടെ അമ്മായിയമ്മ, അതായത് അലോകിൻ്റെ അമ്മയും വല്യമ്മയും അടുത്തോട്ട് വരും. എന്നിട്ട് എല്ലാവരും അവളോട് കൺഗ്രാറ്റ്സ് പറയും. നല്ല റിസൾട്ടാണല്ലോ, നല്ല കാര്യം മോളെ, മിടുക്കി എന്നൊക്കെ പറഞ്ഞ് അവളെ അഭിനന്ദിക്കണം. അപ്പോൾ അവർ ചോദിക്കും, അലോകിനോട് പറഞ്ഞോ? അപ്പോൾ അനുവൊന്നും മിണ്ടില്ല. അപ്പോൾ അലോക് വരുന്നുണ്ടാവും. അപ്പോൾ അലോക് ചോദിക്കും, എന്ത് സംഗതി, ഇവിടെ ബഹളം കേട്ടല്ലോ. നീ അറിഞ്ഞോ, നിൻ്റെ സഹധർമ്മിണിയുടെ റിസൾട്ട് വന്നു, അവൾക്ക് എത്ര മാർക്കാണെന്നറിയോ? 95% മാർക്ക്. കാര്യമായിട്ട് ചിലവ് ചെയ്യണം. അപ്പോൾ അലോക് പറയും, ഒരു ഉഴപ്പുമുട്ടിൽ അലോക് സംസാരിക്കും. അപ്പോൾ നീ എന്താടാ അലോക് ഇങ്ങനെ പറയുന്നത്? അലോകിൻ്റെ അമ്മ ചോദിക്കുകയാണ്, നീ എന്താ അലോക് ഇങ്ങനെ ഒരു സന്തോഷമില്ലാതെ സംസാരിക്കുന്നത്? നോക്കി അവൾക്ക് എത്ര മാർക്കാണെന്ന്. അപ്പോൾ അനു പറയും, അങ്ങനെയൊന്നുമല്ല അമ്മായി, അലോക് നല്ല മാർക്ക് വാങ്ങിച്ചാൽ എനിക്കൊരു സമ്മാനം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ അലോകയെ എന്ന് ചോദിക്കും. അപ്പോൾ അലോകൊന്നും മിണ്ടില്ല. അപ്പോൾ അലോക് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം, നിനക്ക് ചമ്മലായിട്ടാണല്ലേ നീ പറയാത്തതെന്ന് ചോദിച്ച് എല്ലാവരും കളിയാക്കും. എന്നിട്ട് അപ്പോൾ മുത്തശ്ശി പറയും, അനുവിന് മാത്രം സമ്മാനം പോരാ, ഞങ്ങൾക്ക് എല്ലാവർക്കും മധുരം വാങ്ങിത്തരണം, നിൻ്റെ ഭാര്യ ഇത്രയും നല്ല മാർക്കോട് കൂടി വാങ്ങിച്ചതിനെന്ന് പറയും. അപ്പോൾ അനു പറയാണ്, മുത്തശ്ശി, എനിക്ക് 90% മീതെ മാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു അമ്പലത്തിൽ ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്, എന്തൊരു പൂജ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അലോകിൻ്റെ അമ്മ പറയുകയാണ്, മോളെ, നീ ഇതെന്തെങ്കിലും ഒരു റിക്വസ്റ്റ് പോലെ ചോദിക്കുന്നത്? ഇത് വളരെ നല്ലൊരു കാര്യമല്ലേ, അപ്പോൾ നീ എന്തായാലും പൊക്കോ, അലോകെ, നീ ഇവളെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പൊക്കോ എന്ന് പറയും. അപ്പോൾ അലോക് പറയും, പറ്റില്ല, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, കാരണം എന്നെ വലിയച്ഛൻ ഒരുപാട് ജോലി ഏൽപ്പിച്ചായിട്ടാണ് പോയിട്ടുള്ളത്, അപ്പോൾ എനിക്കത് ചെയ്യണം, കമ്പനിയിലൊക്കെ പോകണം എന്ന് പറയും. അപ്പോൾ വല്യമ്മ പറയും, നീ അതൊന്നും പറയണ്ട, വലിയച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, നീ അവളെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പൊക്കോ, നല്ലൊരു കാര്യമല്ലേ എന്ന് പറയും. അപ്പോൾ മുത്തശ്ശിയും പറയാണ്, ശരി തന്നെയാണ്, അനന്തന് സന്തോഷമാവുകയുള്ളൂ, കാരണം ഇത്രയും നല്ലൊരു കാര്യത്തിന്, അതായത് ഒരു അമ്പലത്തിലെ കാര്യമല്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി നീ പോവുക എന്ന് പറയുമ്പോൾ അവന് സന്തോഷമുള്ളൂ, നീ ധൈര്യമായിട്ട് പൊക്കോ മോളെ എന്ന് പറയും. അപ്പോൾ അലോകിനോട് അവന് പറയും, എന്നോ 2 മിനിറ്റ് അലോക്, ഞാൻ അപ്പോഴേക്കും വേഗം ഒരുങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അനു ഒരുങ്ങാൻ വേണ്ടി റൂമിലോട്ട് പോകും. ഇനി ഇതേ സമയത്ത് കാണുന്നത് നമ്മളെ മിത്ര പ്രാക്ടീസ് ചെയ്യുന്നതാണ്. മിത്ര ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാണ്. അപ്പം മിത്രയുടെ ആര്യനാണ് കൂടെ നിൽക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് അവർ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഇളനീരൊക്കെ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് മൂഡാണ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ സമയത്താണ് ഇവിടെ ഇരുന്ന് ഈ കുടിക്കുമ്പോഴാണ് ഇതേ സമയത്ത് നമ്മുടെ അലോകും അനുവും ആ വഴിയിലൂടെ അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ അലോക് അവിടെ വണ്ടി നിർത്തും. എന്നിട്ട് അനുവിനോട് പറയും, നീ പോയിട്ടൊരു ജ്യൂസ് ഒരു ഇളനീര് വാങ്ങിക്കൊണ്ടുപോവാ, എനിക്ക് കുടിക്കണമെന്ന് പറയും. അപ്പോൾ നിനക്കിപ്പോൾ എന്തിനാ ഇളനീരെന്ന് ചോദിച്ചാൽ അനു സമ്മതിക്കില്ല. അപ്പോഴായിരിക്കും അനു കാണുക ആര്യനെയും മിത്രയെയും കാണുക. അപ്പോൾ നീ മര്യാദയ്ക്ക് പോയി വാങ്ങിച്ചു കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അലോക് അവളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. എന്നിട്ട് നീ പോയി വാങ്ങിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവളെ ചീത്ത പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട ആര്യന് ആകെ ദേഷ്യം പിടിക്കും. അപ്പോൾ ആര്യൻ ദേഷ്യം പിടിക്കുമ്പോൾ മിത്ര ചോദിക്കും, അലോകെ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇതത്ര നല്ലതല്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ അലോക് പറയും, എൻ്റെ ഭാര്യയാണ് ഞാൻ വിടുന്നത്, അതിന് നിങ്ങൾക്കെന്താ ഔട്ട്സൈഡേഴ്സിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അലോക് അവരുടെ വായ അടപ്പിക്കണം. അപ്പോൾ അനുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. അനു പറയും, അയ്യോ അലോക്, എന്തിങ്ങനെ പെരുമാറണേ, എനിക്ക് 95% മാർക്ക് കിട്ടി. അപ്പോൾ അലോകിൻ്റെ ഒരു പ്രാങ്കാണിത്, അല്ലേ അലോകെ എന്നൊക്കെ പറഞ്ഞ് അലോകിൻ്റെ കൈയിൻ്റെ ഇടയിൽ കൂടെ അവളുടെ കൈയൊക്കെ കോർത്ത് പിടിച്ച് അവളങ്ങനെ സ്നേഹിക്കുന്ന പോലെ നിൽക്കുകയാണ്. അപ്പോൾ അലോകിന് മനസ്സിലാവും എന്തോ ഒന്നും പറയാൻ പറ്റാതെ അലോക് ദേഷ്യപ്പെട്ടിട്ട് അലോക് തിരിച്ച് വണ്ടി കയറും. വണ്ടി കയറിയ ഉടനെ അനുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കും, എനിക്ക് പറയാനറിയാനിട്ടോ അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല, നിൻ്റെ ചേട്ടന് നീ അപ്പോൾ ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാണ്, എന്തായാലും ഞാൻ നിന്നെ ചീത്ത പറയുന്നത് കേട്ടിട്ട് നിൻ്റെ ചേട്ടൻ്റെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്കത് മതി എന്ന് പറയും. അപ്പോൾ അനു പറയും, ഞാൻ ഇടപെട്ടിട്ട് അത് സോൾവ് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നല്ല അടി കിട്ടിയിട്ടിരുന്നേനെ,
അറിയാലോ ആര്യൻ ചേട്ടൻ്റെ അടി നിങ്ങളെപ്പോലെ ഒന്നല്ല എൻ്റെ ആര്യൻ ചേട്ടൻ, നല്ല സ്ട്രോങ് ആണ്, നല്ല ഫിറ്റാണ്. ആര്യൻ ചേട്ടൻ്റെ ഒരടിക്കുള്ളതേ നീയുള്ളൂ എന്ന് പറയും. അപ്പോൾ അലോക് ഇങ്ങനെ ആലോചിക്കായിരുന്നു പണ്ട് ആര്യൻ്റെ അടിയൊക്കെ കിട്ടിയത്. അങ്ങനെ ആ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോറാണ്. ഗോമതി സ്റ്റോറിൽ ഇന്ന് എല്ലാവരും കമ്പാരിറ്റീവ്ലി ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേവി വന്നിട്ടുണ്ട്. അപ്പോൾ ദേവി വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഉണർവും ഒക്കെ ആയി. അപ്പോൾ ദേവി ഇങ്ങനെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ദേവി ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലോകും അനുവും അതിന് മുന്നിൽ വണ്ടി നിർത്തിയിട്ട് അനുവിനോട് അലോക് കടലമിഠായി വാങ്ങിക്കാൻ പറയും. അപ്പോൾ അനു പോകാൻ സമ്മതിക്കില്ല ആദ്യം, എന്നാലും അലോക് തള്ളി പറഞ്ഞേക്കും. അങ്ങനെ അനു വന്നിട്ട് എനിക്ക് കടലമിഠായി വേണം എന്ന് പറയും. അപ്പോഴേക്കും ബാലനാകെ ദേഷ്യം വരും. ബാലൻ ചീത്ത പറയും, നിനക്കിവിടെ തരാൻ കടലമിഠായി ഒന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേനും ധർമ്മനൊക്കെ വന്ന് പറയും, നീ പോ മോളെ. ദേവിയും പറയും, നീ പോ അനു, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാതെ നീ പോ എന്ന് പറയും. അപ്പോൾ അനു പറയും, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. എൻ്റെ റിസൾട്ട് വന്നു, എനിക്ക് 95% മാർക്കുണ്ട്. അപ്പോൾ അതെനിക്ക് അച്ഛനോട് പറയണമെന്ന് തോന്നി. അപ്പോൾ ബാലന് ആ നിമിഷം സന്തോഷമാവുന്നുണ്ട്. അതായത് ഇവൾക്ക് 95% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ബാലന് സന്തോഷം വരുന്നുണ്ട്. പക്ഷേ എന്നാലും അത് അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല. ദേവിയും സന്തോഷത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്, അതെയോ മോളെ, നിനക്ക് നിൻ്റെ റിസൾട്ട് വന്നല്ലേ, നല്ല കാര്യം, നിനക്ക് അത്രയും നല്ല മാർക്ക് ഉണ്ടല്ലേ എന്ന് പറയും. എന്നാലും മിഠായി കൊടുക്കാനൊന്നും, അതായത് കടലമിഠായി കൊടുക്കാനൊന്നും അവർ തയ്യാറല്ല. പക്ഷേ ദേവി കടലമിഠായി എടുത്ത് കൊടുക്കും. കടയിൽ എല്ലാവരും സാധനം വാങ്ങാൻ വരുന്നതല്ലേ അച്ഛ, ബാലച്ച, നമുക്കിത് കൊടുക്കാം എന്ന് പറഞ്ഞ് ദേവി മിഠായി എടുത്ത് കൊടുക്കും. മിഠായി എടുത്ത് കൊടുത്തപ്പോൾ പൈസ ചോദിക്കും ബാലൻ. അപ്പോൾ പൈസ ചോദിക്കുമ്പോൾ അവൾ പറയും, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞാൻ പൈസയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ദേവിയോട് പറയും, എന്നാൽ നീ ദേവി ആ മിഠായി തിരിച്ചു വാങ്ങിക്കേ എന്ന് പറയും. അപ്പോൾ ദേവി പറയും, അച്ഛന് പൈസ കിട്ടിയാൽ പോരെ, അത് എൻ്റെ കണക്കിൽ എഴുതിക്കോ പ്ലീസ് അച്ഛാ, ഇതൊരു വെറുതെ ഒരു സീനാക്കണ്ട എന്ന് പറഞ്ഞ് അവൾ അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അലോക് ദേഷ്യത്തിൽ വരിക. അലോക് പറയും, നീ ഇതുവരെ നിൻ്റെ മിഠായി വാങ്ങി കഴിഞ്ഞില്ലേ, ഇവിടുത്തെ നോക്കട്ടെ മിഠായി നോക്കട്ടെ എന്ന് പറഞ്ഞ് അനുവിൻ്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങിക്കും. എന്നിട്ട് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പറയും, ഇത് കണ്ടിട്ടൊരു പഴയ മിഠായി പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അനു പറയും, ഇവിടെ പഴയ സാധനങ്ങളൊന്നും വിൽക്കാറില്ല. അതെങ്ങനെ നിനക്കറിയാം പഴയ സാധനങ്ങൾ ഇവിടെ വിൽക്കാറില്ല എന്ന്? അപ്പോൾ അനു പറയും, നോക്കി ഇതിൻ്റെ ഡേറ്റ് നോക്കി ഇത് പഴയതൊന്നല്ല എന്ന് പറയും. അപ്പോൾ അലോക് പറയും, ഈ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങണ്ട, നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടുന്ന കടയിൽ പോയിട്ട് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ബാലൻ്റെ ഹൃദയത്തിലൊരു മുറിവുണ്ടാക്കിയിട്ടാണ് അലോക് അനുവിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. കൂടുതൽ നേരത്തെ സാന്ത്വനം സീരിയലിൻ്റെ വിശേഷങ്ങളും പ്രമോ ഡീറ്റെയിൽസും സാന്ത്വനം കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിയാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക്